എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങുകയാണേ. എല്ലാ ദിവസവും ചെറിയ ചെറിയ വീഡിയോകൾ എടുത്ത് വയ്ക്കാറുണ്ട്, പക്ഷേ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും വീഡിയോ ഇടാനോ ഒന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും വീഡിയോ ഇടാമെന്ന് കരുതി. നമുക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ വീഡിയോ ചെയ്യാനും ഒക്കെ തോന്നുള്ളൂ. ഇതൊന്നും നമുക്കിവിടെ ഇല്ല കേട്ടോ. നമ്മൾ കുറേ നാൾ വാടകയ്ക്ക് താമസിച്ചപ്പം കുറച്ച് സ്വസ്ഥതയുണ്ടായിരുന്നു. സ്വന്തമായിട്ട് വീട് മേടിച്ചപ്പോഴാണ് നമുക്ക് ഒരു തരത്തിലും സ്വസ്ഥതയില്ലാത്തത്. ചില മനുഷ്യരെ ദൈവം ഇങ്ങനെ പന പോലെ വളർത്തും. അത് വീട്ടിനും ഗുണമില്ല, നാട്ടിനും ഗുണമില്ല. അങ്ങനെ കുറേ എണ്ണം മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാമെന്നും മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ. ചിലപ്പം ദൈവം കുറേ ഇങ്ങനെ വളർത്തിയിട്ട് അവസാനം പെട്ടെന്നെടുത്ത് താഴെ ഇടുമായിരിക്കും. നമുക്ക് പിന്നെ നമ്മുടെ സങ്കടം ദൈവത്തോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കുറേ സ്റ്റേഷൻ കയറി ഇറങ്ങി, കമ്മീഷൻ ഓഫീസിൽ പോയി, എന്നിട്ടൊന്നും അവരാരും ഒതുങ്ങുന്ന ലക്ഷണമില്ല. എല്ലായിടത്തും അയൽക്കാരൊക്കെ നല്ല സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുമ്പം ഇവിടെ ഒരു കൂട്ടരെ എങ്ങനെ ദ്രോഹിക്കാം, എങ്ങനെ ഇവിടെ നിന്ന് ഓട്ടിച്ച് വിടാം എന്ന് കരുതിയാണ് അവർ ജീവിക്കുന്നത്. പിന്നെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ ദൈവം തീരുമാനിക്കട്ടെ എന്ന് കരുതി. അപ്പം ഇത് രാവിലെ എണീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് പാലൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതങ്ങ് പിള്ളേർക്കുള്ള കുറച്ച് തിളപ്പിച്ച് വെച്ചിട്ട് എനിക്ക് മോനും ചായയും കൂടി ഇട്ടു. പിന്നെ കുറച്ച് ചിക്കൻ മേടിച്ചതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പാവന്മാർക്ക് രാവിലെ അതങ്ങ് വേവിച്ച് വെക്കാമെന്ന് കരുതി. അതിന് ശേഷം ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അരിയൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കിണറില്ല, പൈപ്പ് ലൈനിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ 2-3 ദിവസമായിട്ട് വെള്ളവും ഇല്ല. പിന്നെ ടാങ്കിലും ബക്കറ്റിലൊക്കെ പിടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അത് കുറേശ്ശെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരി കഴുകിയതിൻ്റെയും പച്ചക്കറി കഴുകിയതിൻ്റെയൊക്കെ വെള്ളം ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും. അത് കുറച്ചൊക്കെ പച്ചക്കറി നമുക്ക് ഇവിടെയുണ്ട്, അതിൻ്റെ മൂട്ടിലൊഴിക്കും. അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകുന്നത് ആദ്യം അതിൽ തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിന് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ അടുത്തൊക്കെ പഞ്ചായത്ത് കിണറൊക്കെ ഉണ്ടെങ്കിലും നമ്മളെങ്ങും പോവാറില്ല. വെള്ളം തീരാറായപ്പോൾ ഞങ്ങൾ ആരടുത്തും ഒന്നിനും പോവാറില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നാലും ജീവിക്കാൻ സമ്മതിക്കാത്ത കുറേ ജന്മങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് അതിൽ തന്നെ അരിയൊക്കെ ഇട്ടിട്ട് ഒന്നിച്ചങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ കിടന്നങ്ങ് തിളച്ച് വെന്തോളും. ഒരു ജോലിയും ചെയ്യാനോ അല്ലെങ്കിൽ സമാധാനമായിട്ട് എന്തെങ്കിലും കഴിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഈ വീട്ടിൽ നമുക്ക്. എല്ലായിടത്തും ഓരോ പെൺകുട്ടികൾക്ക് അമ്മായിയമ്മയെ കൊണ്ട് പ്രശ്നം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് പ്രശ്നം, വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. ഇതിവിടെ ഇതൊന്നും ഇല്ലെങ്കിലും നാട്ടുകാരാണ് നമ്മളിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കുടുംബം മാത്രം, അവർ ഭാര്യയും ഭർത്താവും മാത്രമാണ് ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്. ഒരു കാരണവുമില്ല. ഇതിന് മുന്നേ താമസിച്ചവരെയും ഒരു കാര്യവും ഇല്ലാതെ ചീത്ത പറഞ്ഞും അനാവശ്യം പറഞ്ഞും അവർ ഇത് വിറ്റിട്ട് അവരവരുടെ കാര്യം നോക്കിപ്പോയി. ഇപ്പം ഞങ്ങളിവിടെ അറിയാതെ വന്ന് മേടിച്ച് ഞങ്ങളിനി അനുഭവിക്കാനൊന്നുമില്ല. നമുക്ക് വീട്ടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. നമ്മുടെ പട്ടി വരച്ചാൽ കുഴപ്പം, ഞങ്ങൾ വിളക്ക് കൊളുത്തിയ കുഴപ്പം, ഞങ്ങൾ നാമം ചൊല്ലിയ കുഴപ്പം, അമ്പലത്തിൽ പോയ കുഴപ്പം, എല്ലാത്തിനും കുഴപ്പമാണ്. പറ്റാവുന്നിടത്തോളം കേസ് കൊടുത്ത് എന്നിട്ടൊന്നും നമുക്കൊരു നീതി ഇതുവരെ എങ്ങൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തേക്കാണ്. എന്തെങ്കിലും നമ്മളെ ദ്രോഹിക്കുന്നതിന്, കാരണം നമ്മൾ നിരപരാധികളാണ്. എവിടുന്നെങ്കിലും അറിയാതെ വന്ന് വീട് മേടിച്ച് പോയി അവരെ ഇങ്ങനെ നിരന്തരം ദ്രോഹിക്കുന്നതിന് ദൈവം നല്ലൊരു ശിക്ഷ വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് കിട്ടട്ടെ എന്ന് കരുതി. ഇനി ഒന്നിൻ്റെയും പുറകെ പോവാൻ നമ്മളെക്കൊണ്ട് വയ്യ. പിന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കാമെന്ന് കരുതി. കുറച്ചേ ഉള്ളൂ, കുറച്ച് പാത്രമേ കഴുകാനുള്ളൂ. അപ്പം വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോഴപ്പോഴേ കഴുകി വെക്കും. പിന്നെ ഞാൻ ആ അരി കഴുകിയതിൻ്റെ ബാക്കി വെള്ളം വെച്ചിരുന്നതിനകത്ത് തന്നെ കരിപ്പാത്രമൊക്കെ ആദ്യം അങ്ങ് കഴുകിയിട്ട് പിന്നെ ബാക്കി കുറച്ച് വെള്ളം എടുത്ത് അങ്ങ് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വീഡിയോ ഇടാതിരിക്കുന്നതുകൊണ്ട് ആരും വീഡിയോസൊന്നും കാണത്തില്ലായിരിക്കും. എന്നാലും കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ടൊക്കെ കാണണം. ഇനി ഇടുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ ആ തറയൊക്കെ ഒന്ന് തുടച്ച്
അത് തുടയ്ക്കുന്ന തുണിയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇപ്പം പിള്ളേരാരും ഉറക്കം എണീച്ചിട്ടില്ല. ഇനി അവരെ വിളിക്കണം. രാവിലെ ചായയൊക്കെ അങ്ങ് കുടിക്കാമെന്ന് കരുതി. ഇനി അടുത്ത ചീത്തവിളി എപ്പോൾ തുടങ്ങുമെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് എന്തെങ്കിലും ചീത്തവിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും തോന്നത്തില്ല. അതുകൊണ്ട് രാവിലെ എണീച്ച് ചായയോ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ പിള്ളേരുടെ ചിക്കൻ ഒരുവിധം വെന്ത് വരുന്നുണ്ട്. പിന്നെ അതൊന്ന് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ അരി അടുപ്പത്തിട്ടത്. അപ്പോൾ അരിയും വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അതാകുമ്പം നല്ല കനലും തീയും കിടപ്പുണ്ട്. അതിൽ കിടന്നങ്ങ് വെന്തോളും. എന്നിട്ട് ഞാൻ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാൻ വേണ്ടി പോയി. ഗോപൂട്ടനാണെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ തന്നെ കിടപ്പുണ്ട്. പെങ്കൊച്ച് എൻ്റെ കൂടെ എണീച്ച് വന്ന് അപ്പം അവിടെ പാലൊക്കെ തിളപ്പിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അവർക്ക് രാവിലെ പാലൊക്കെ കൊടുക്കാനാണ്. അങ്ങനെ അവൾ വന്ന് നോക്കിയിട്ട് അവളങ്ങ് പോയി. പിന്നെ ചിക്കൂട്ടൻ അവിടെ കിടപ്പുണ്ട്. കാശി എണീറ്റ് പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പിന്നെ 2 മുട്ടയും കൂടെ പുഴുങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പാലും തിളപ്പിച്ച് മുട്ടയൊക്കെ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചോറ് വെന്തതിന് ശേഷം ചിക്കനും ചോറൊക്കെ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.